ഞാൻ ഷൈല കണിച്ചാർ. കൊട്ടിയൂരിനെ കുറിച്ചുള്ള ഒരു ലേഖനം. ദേവസ്പന്ദനങ്ങൾ. പ്രണയാഗ്നിയിൽ വെന്തെരിഞ്ഞ് യാഗാഗ്നിയിൽ ആഹുതിയായ പ്രാണപ്രേയസിയുടെ ആത്മാവുറങ്ങുന്ന മണ്ണിൽ മുറിച്ചെറിഞ്ഞാലും വിട്ടുപോകാത്ത ഒളിമങ്ങാത്ത ബന്ധങ്ങളുടെ ഊഷ്വരതയിൽ ലയിച്ചു ചേർന്ന മഹേശ്വരൻ്റെ നിറസാന്നിധ്യം അനുഭവിക്കാൻ ഒരു നിയോഗം കൂടി നമ്മളിലേക്ക് വീണ്ടും കനിവോടെ. പ്രകൃതിയുടെ അഭൗമ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന വന്യതയും ഗ്രാമ്യതയും ഒത്തുചേർന്ന ശോഷിച്ചൊഴുകുമ്പോഴും തനിമ കൈവിടാത്ത വാവലിയുടെ ഉൾത്തുടിപ്പുകളെ ഒപ്പിയെടുക്കുന്ന അമ്പലമില്ലാത്ത അമ്പലത്തിൽ ചെന്നു ചേരുമ്പോൾ ഭക്തിയുടെയും ശുദ്ധിയുടെയും ഭാവവലയത്തിൽ നാം വീണ്ടും പുളകിതരാകുന്നു. ഭൗതിക നേട്ടങ്ങൾക്കും ഉപരി ഭക്തി കൊണ്ട് എത്തിച്ചേരാവുന്ന ഔന്നിത്യങ്ങൾ പലതുമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്ന തീർത്ഥാടക സഞ്ചയം. ഇന്ദ്രിയങ്ങളെ എപ്പോൾ നാം വരുതിയിലാക്കുന്നുവോ അപ്പോൾ നാം അനുഭവിക്കുന്ന മനസ്സുഖം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നിർവചിക്കുക സാധ്യമല്ല. മനസ്സുകൊണ്ട് നാം ഏറ്റവും ഉന്നതിയിലെത്തുന്നു. മന്വന്തരങ്ങൾക്കപ്പുറത്ത് സംഭവിച്ച ശിവതാണ്ഡവത്തിലെ നടനതാളമുയർന്ന വന്യഭൂമിയിൽ 30 കോടി ദേവകളുടെയും അനുഗ്രഹാശിസുകൾ നിറഞ്ഞൊഴുകിയ സംഗമഭൂമിയിലെ ശിവശക്തി മാഹാത്മ്യം അവർണ്ണനീയമല്ലേ? പ്രശാന്ത സുന്ദരമായ പുണ്യഭൂമിയിൽ മരുവുന്ന ശിവപാർവതിമാർക്ക് സഹസ്രകോടി നാമമന്ത്ര ധ്വനികളോടെ വീണ്ടും ഉണരുന്ന ഒരു തീർത്ഥാടന കാലം. കേരളത്തിലെന്നല്ല ലോകത്തിലെവിടെയും ഇങ്ങനെയൊന്ന് കാണാൻ കഴിയാത്ത വൈചിത്ര്യങ്ങളോട് കൂടിയ പൂജാവിധാനങ്ങൾ. തീർത്ഥാടനം തുടങ്ങുമ്പോൾ ഒപ്പം ഓർമ്മകളും ഓടിയെത്തുന്നു. പുരാവൃത്തങ്ങളിലേക്ക് മെല്ലെ ചുവട് വയ്ക്കുമ്പോൾ മനസ്സിൽ സന്ദേഹം നിറയുന്നു. വിധിയുടെ കരാളഹസ്തങ്ങൾ ഈശ്വരന്മാരിലും നിറയുന്നുവോ? ജീവിതം നിസ്സഹായതയിലും ധർമ്മസങ്കടങ്ങളിലും കൊടിയ സമ്മർദ്ദങ്ങളിലും ചാമ്പലാകുന്നത് അന്നും ഇന്നും ഒരുപോലെ. ദുഃഖത്തിൻ്റെ കാളിമ ദൈവങ്ങളിലും ദൃശ്യമാകുന്നു. ദേവസ്പന്ദനങ്ങൾ ഇങ്ങനെ അനുസ്യൂതം നീണ്ടുപോകുന്ന പുരാവൃത്ത വിസ്മയങ്ങളിലൂടെ അനാവൃതമാകുന്നു. സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വഴികളിലൂടെ, അടിയുറച്ച പ്രേമത്തിൻ്റെ സൗകുമാര്യതയിലൂടെ, മുഴുമിക്കാനാവാത്ത ജീവിതത്തിൻ്റെ നഷ്ടപ്പെടലുകളിലൂടെ, ഭയാനകമായ പൗരുഷത്തിലൂടെ, കോപത്തിൻ്റെ തീഷ്ണതയാർന്ന പന്താവിലൂടെ, പാതിവൃത്യത്തിലൂന്നിയ മനസ്താപത്തിലൂടെ എല്ലാം സന്നിവേശിപ്പിച്ച അക്കരെ കൊട്ടിയൂരിലെ ബലിപീഠത്തിലെത്തി തൊഴുതു മടങ്ങുമ്പോൾ നമ്മിൽ ഓരോരുത്തരിലും ഈശ്വരീയത നിറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ ഈ യാഗഭൂമിയിൽ നിന്നും മടങ്ങുന്നതോ ഇനിയും പരമ്പൊരുളിനെ ദർശിക്കാൻ ഇടവരണമേ എന്ന മോഹത്തോടെ. മഴമുകിൽ വർണ്ണനുമക്ഷി പറിച്ചു നിൻ കഴലിന തന്നിലൊരർച്ചന ചെയ്തുപോൽ കഴിവരുവോ ഇതിനിന്നടിയനു നിൻ മിഴിമുന നൽകിയ അനുഗ്രഹമേകണേ.